ഇന്നത്തെ സ്പെഷ്യൽ ആലു പൊറോട്ടയാണ്. അതിനായിട്ട് മസാല ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ ആലു വെച്ചിട്ട്. അപ്പം കടുകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് അതിനകത്തേക്ക് ഇനി നമ്മൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ പൊട്ടിറ്റോ അതിനകത്ത് ആഡ് ചെയ്യുന്നത്. പൊട്ടിറ്റോ ആണല്ലോ ആലു പൊറോട്ടയുടെ മെയിൻ സാധനം. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും എല്ലാം ഒന്ന് നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ പൊട്ടറ്റോ കുറച്ച് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതിലേക്കിട്ടിട്ട് അത് നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വരുന്ന പാകമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ അതിനകത്ത് മീറ്റ് മസാല, ഞങ്ങൾ ചേർക്കുന്നത് മീറ്റ് മസാലയാണ്. നമുക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ അതേപോലെ ഗരം മസാല ആഡ് ചെയ്യാം, മല്ലി ആഡ് ചെയ്യാം, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇതെല്ലാം ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് സോട്ടേ ചെയ്ത് എടുക്കുകയാണ്. അതിനുശേഷം ഇത് നല്ലോണം ഉടഞ്ഞ് വെന്ത് വരണം. അതിനായിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുവാണ് നമ്മുടെ ഈ മസാല. ഇനി ഇത് അടച്ചു വെച്ച് ആ മസാല വെന്ത് വരുമ്പോൾ മല്ലിയിലയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മളതിങ്ങനെ നല്ലോണം ഉടച്ചെടുത്തിട്ട് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടാണ് ഇനിയാണ് നമ്മുടെ ആലു പൊറോട്ടയുടെ ബാക്കി ബാറ്റർ പോലത്തെ സാധനം, അതായത് ചപ്പാത്തി പോലെ നമ്മൾ കുഴച്ചെടുക്കുന്നത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഗോതമ്പൊടിയിൽ ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നമ്മളിതുപോലെ കുഴച്ചിട്ട് കുറച്ച് നേരം മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ആ മാറ്റി വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് കുറച്ച് നേരം മാറ്റി വെച്ച് കഴിയുമ്പോൾ അതിനുശേഷം ഇതുപോലെ എടുത്ത് നല്ലോണം പരത്തിയെടുക്കുകയാണ്. കുറച്ച് കട്ടിയുള്ള രീതിയിൽ പരത്തിയെടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് വേണ്ടത്രയും മസാല ആഡ് ചെയ്തിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മുകളിൽ ഒരു ലെയർ കൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചപ്പാത്തിയുടെ ആ സാധനം വെച്ചിട്ട് അത് രണ്ടും കൂടി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടാണ് ഇത് ഉടയാതെ, അതായത് ഇത് പൊട്ടി പുറത്ത് വരാത്ത രീതിയിൽ നമ്മളിങ്ങനെ പരത്തിയെടുക്കുകയാണ്. നല്ലപോലെ കുറച്ചുകൂടെ നല്ല തിന്നാക്കി വലിയ കട്ടിയില്ലാത്ത രീതിയിൽ നല്ലോണം പരത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് ഗീയോ ബട്ടറോ ഇട്ടിട്ട് വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. അത് ചുട്ടെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ആലു പൊറോട്ട ചുട്ടെടുക്കുകയാണ്. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നമുക്ക് കേടിനൊപ്പോ ഒരു സൈഡ് ഡിഷും ഇല്ലാതെ നമുക്ക് കൂട്ടാം. പക്ഷേ ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ ബട്ടർ അല്ലെങ്കിൽ കേടാണ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. കൂടാതെ നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ബൈ.